അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ എടുക്കുന്ന സൂറത്തുൽ ലഹബാണ്. സൂറത്തുൽ ലഹബിന് മസദ് എന്നും തബ്ബത്ത് എന്നും പേരുണ്ട്. ലഹബ് എന്ന് പറഞ്ഞാൽ ജ്വാല എന്നാണ് അർത്ഥം. തബ്ബത്ത് എന്ന് പറഞ്ഞാൽ നശിക്കട്ടെ എന്നാണ് അർത്ഥം. മസദ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴ നാര്. അപ്പോൾ 5 ആയത്തുകളാണ് ഈ സൂറയിലുള്ളത്. മക്കയിലാണ് അവതരിച്ചത്. അപ്പോൾ ഈ സൂറത്തിൻ്റെ അവതരണത്തിന് കാരണമായിട്ടുള്ളത് സൂറത്ത് ശുആറയിലെ 214 ആയത്ത്, നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് താക്കീത് ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വചനം അവതരിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ കുന്നിൻ മുകളിൽ കയറി അടുത്ത കുടുംബങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി, ഞാൻ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങളെ താക്കീത് ചെയ്യാൻ അയക്കപ്പെട്ട ദൂതനാണ് എന്ന് അവരെ പൊതുവായും ഓരോരുത്തരെയും പേര് വിളിച്ച് പ്രത്യേകമായും അറിയിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ തിരുമേനിയുടെ പിതൃവ്യനായ എളാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ അബൂലഹബ് കൈകുടഞ്ഞ് എഴുന്നേറ്റ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എല്ലാ നാളുകളിലും കാലം മുഴുവനും നിനക്ക് നാശം. ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിയത്? ഇതിനെ തുടർന്ന് ഈ സൂറത്ത് അവതരിച്ചു. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഈ സംഭവത്തിൻ്റെ പൂർണ്ണരൂപം സൂറത്ത് ശുആറയിൽ ഉദ്ധരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സൂറ അവതരിക്കാനുള്ള പശ്ചാത്തലവും നമുക്ക് മനസ്സിലായി. ഇവിടെ നമുക്കൊന്ന് സൂറത്തിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ذات ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഇതാണ് സൂറത്തിൻ്റെ പാരായണം. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. തബ്ബ എന്ന് പറഞ്ഞാൽ നശിച്ചു, പാസ്റ്റ് ടെൻസിലുള്ള ഭൂതകാല ക്രിയയിലെ ഒരു തേട്ടം പോലെയാണ്. അതിന് നശിക്കട്ടെ എന്നും പറയാം. നശിച്ചു അല്ലെങ്കിൽ നശിക്കട്ടെ. ഉദാഹരണമായിട്ട് ജസാക്ക് അള്ളാഹ് എന്നൊരാൾ പറയുകയാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹു പ്രതിഫലം നൽകട്ടെ ഒരു തേട്ടാണ്. റഹിമഹുല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു കാരുണ്യം കാണിക്കട്ടെ എന്നാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ തബ്ബത്ത് എന്ന് പറഞ്ഞത്, നശിക്കട്ടെ. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഇരട്ട അവയവങ്ങളെല്ലാം തന്നെ സ്ത്രീലിംഗങ്ങളാണ്. കണ്ണ്, കാത്, മൂക്ക്, അങ്ങനെ ഇരട്ടകളായി വരുന്ന കൈകൾ, കാലുകൾ, ഇവയെല്ലാം തന്നെ അറബി ഭാഷയിൽ സ്ത്രീലിംഗ പദങ്ങളായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ശരിക്ക് തബ്ബത്ത് യദാനി എന്നാണ്. യദാനി എന്ന് പറഞ്ഞാൽ 2 കൈകളും എന്നാണ്. അത് പിന്നെ നീ ഒഴിവാകുന്ന ഒരു വ്യാകരണ നിയമമുണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്താണ് നീ എന്ന് പറയാത്തത്. തബ്ബത്ത് യദാ, 2 കൈകളും നശിക്കട്ടെ എന്നാണ് അർത്ഥം. അബൂലഹബിൻ്റെ 2 കൈകളും നശിക്കട്ടെ എന്നർത്ഥം. ഇതൊരു പ്രവചനമാണ്. ഈ പ്രവചനത്തിന് കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നശിക്കട്ടെ എന്ന് പറഞ്ഞ ആ അബൂലഹബിന് അതേ വാക്യത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുകയാണ്, നശിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. കാരണം നബി നശിക്കട്ടെ എന്നാണല്ലോ ആര് പറഞ്ഞത്? അബൂലഹബ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇതിന് ആ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ അബൂലഹബിൻ്റെ 2 കൈകളും നശിക്കട്ടെ എന്നാണ് വരുന്നത്. അബൂലഹബിൻ്റെ 2 കരങ്ങൾ നഷ്ടമടഞ്ഞു, നശിക്കട്ടെ. അവൻ ശാപമടഞ്ഞു, നശിച്ചു താനും. അതായത് തബ്ബത്ത് യദാ അബൂലഹബാണ്. അബൂലഹബിനെ
പിന്നെ അബീ ലഹബീം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്താക്കുന്നത്, പിന്നെ സംബോധനം ചെയ്യുന്നത്. തബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തബ് എന്ന് പറഞ്ഞാൽ ഇതന്നെ, നശിച്ചു, നശിക്കട്ടെ. പിന്നെ പറഞ്ഞ എന്താണ്? മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അപ്പം ഭാവിയിൽ നടക്കും എന്നത് ഭൂതകാലത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭാവിയിൽ നടക്കാനുള്ളൊരു കാര്യം ഭൂതകാലത്തിൽ പറഞ്ഞു. ഇസ്ലാമിലെ ശത്രുക്കളെ, മുശ്രിക്കുകളെ വിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് വിമർശിച്ചിട്ടില്ല. ഈ അബൂലഹബിനെ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് വിമർശിച്ചിരിക്കുന്നു. ബാക്കിയുള്ളതൊക്കെ തന്നെ മുശ്രിക്കുകൾ, കാഫിരീങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവിശ്വാസികൾ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ആരുടെയും പേരെന്താക്കിയിട്ടില്ല, എടുത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ അബൂലഹബിൻ്റെ പേര് എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ശപിക്കപ്പെട്ടത്. അത് അബൂലഹബിൻ്റെ ജീവിതകാലത്ത് തന്നെ അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ പേരെടുത്ത് പറഞ്ഞ ആക്ഷേപിച്ച ഒരു ശത്രുവാണ്. അബൂലഹബ് ആണെങ്കിലോ, അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ്. ഒന്നുകിൽ എളാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ. അബൂലഹബിനെ പോലെ തന്നെ അപ്പുറത്താരുണ്ട്? അബ്ദുൽ മുത്തലിബും ഉണ്ട്. അപ്പം ഈ അബ്ദുൽ മുത്തലിബും അബൂലഹബും ഒക്കെ എളാപ്പ മൂത്താപ്പ ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിക്കുക, പൂർണ്ണമായും സംരക്ഷിക്കുക, മരണം വരെ സംരക്ഷിക്കുക തന്നെയാണ് ചെയ്തത്. വിശ്വാസിയായിട്ടില്ല. വിശ്വസിച്ചിട്ടില്ലെങ്കിലും സംരക്ഷിച്ചിട്ടുണ്ട്. കുടുംബക്കാരാണ്, ബന്ധുക്കളാണ്, ഒരേ ഗോത്രത്തിൽപ്പെട്ടവരാണ്. പക്ഷെ എന്താക്കിയിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിമർശിച്ചിട്ടില്ല. സംരക്ഷിക്കുകയാണ് ആര് ചെയ്തത്? അബ്ദുൽ മുത്തലിബ് ചെയ്തത്. എന്നാൽ അബൂലഹബ് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ആയിരുന്നു പെരുമാറിയത്. മാത്രമല്ല അബൂലഹബിൻ്റെ 2 മക്കളെ വിവാഹം കഴിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺകുട്ടികളെയാണ്. അതാരെല്ലാണ്? റുഖിയയും അതുപോലെ തന്നെ ഉമ്മു കുൽസും. റുഖിയയും ഉമ്മു കുൽസുമിനെയും വിവാഹം കഴിച്ചത് പിന്നെ ആരാണ്? ഈ അബൂലഹബിൻ്റെ 2 ആൺമക്കളാണ്. ആ 2 ആൺമക്കളുടെ പേര് എന്തായെന്ന് വെച്ചാൽ ഉത്തൈബയും ഉത്തുബയും 2 മക്കളാണ്. അപ്പോൾ അങ്ങനെ അവരെ വിവാഹം കഴിച്ചു. ഈ സഫാ മറവിയിൽ നിന്നുള്ള പിന്നെ പ്രബോധനം കേട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മുതൽ തുടർച്ചയായി മരിക്കുന്നത് വരെ വിമർശിച്ചു കൊണ്ടേയിരുന്നത്. വിമർശിക്കുക മാത്രമല്ല, ദ്രോഹം വരെ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൈബറാണ്. തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ് ആര് താമസിക്കുന്നത്? അബൂലഹബ് താമസിക്കുന്നത്. അബൂലഹബിൻ്റെ ഭാര്യയാണല്ലോ ഉമ്മു ജമീൽ. അബൂലഹബിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്നറിയോ? അബ്ദുൽ ഉസ്സ എന്നാണ്. എന്താ അബ്ദുൽ ഉസ്സ എന്ന് പറഞ്ഞാൽ? പിന്നെ ഉസ്സയുടെ അടിമ. ഉസ്സ എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ വിഗ്രഹമാണ്. അപ്പോൾ വിഗ്രഹാരാധനൻ്റെ ആളാണല്ലോ ആര്? അബൂലഹബ്. പക്ഷെ അബൂലഹബ് എന്ന് പേര് വിളിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ആ ശോഭയും തിളക്കവും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ്. നല്ല തിളക്കമുള്ള, സൗന്ദര്യമുള്ള ധനാഢ്യനായിരുന്നു ആര്? അബൂലഹബ്. അപ്പം പേരെടുത്ത് വിശുദ്ധ ഖുർആൻ വിമർശിച്ചിട്ടുള്ള ഏക വ്യക്തിയാണ് അബൂലഹബ്. റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധക്കാർ ദീൻ സ്വീകരിച്ചിട്ടില്ല, പക്ഷേ റസൂലിനെ എന്തായിട്ടുണ്ട്? സംരക്ഷിച്ചിട്ടുണ്ട്. അബൂലഹബ് റസൂലിനെ ശക്തിയായി എതിർക്കുകയാണ് ചെയ്തത്. അബൂലഹബിൻ്റെ ശരിയായ പേര് ഞാൻ പറഞ്ഞു, അബ്ദുൽ ഉസ്സ എന്നാണ്. അപ്പം ലഹബ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന, തെളിച്ചമുള്ള പിന്നെ ആള് എന്നുള്ള അർത്ഥത്തിലാണ് അബൂലഹബിന് വിശുദ്ധ ഖുർആനിൽ അബൂലഹബ് എന്ന് പേരിട്ടത്. അതേ പേരിൽ തന്നെയാണ് അള്ളാഹു അബൂലഹബിനെ ശപിച്ചതും. അബ്ദുൽ ഉസ്സ എന്ന് പറഞ്ഞ് ശപിക്കാത്തതിന് കാരണം വിഗ്രഹത്തിൻ്റെ അടിമയാണ് അർത്ഥം. അപ്പം ആ രൂപത്തിൽ അബ്ദുൽ ഉസ്സനെ പിന്നെന്താണ് വിമർശിക്കുന്നത് അല്ലെങ്കിൽ ശപിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ വിഗ്രഹ ആരാധനയുടെ ഒരു ചായ്വ് വരും. അതുകൊണ്ടാണ് വിമർശിക്കാൻ
അബൂ ലഹബ് തന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ സൂറത്തിൽ മറ്റുള്ളവർക്കൊരു പാഠം ഉണ്ടാകണം എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേരെടുത്ത് തന്നെ വിമർശിച്ചത്. ഒരുപാട് അബൂ ലഹബുമാർ ഇന്നും ഭൂമിയിൽ എന്താകുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരു വിശ്വാസവുമില്ലാതെ പൂർണ്ണമായും ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് നമുക്ക് എന്ത് പറയാം? അബൂ ലഹബുമാരാണെന്ന് പറയാം. മഹത്തായ വിജയത്തിനിടയിലും അബൂ ലഹബുമാർ വരാം. അബൂ ലഹബ് തുടക്കം മുതൽ ഒടുക്കം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്രോഹിച്ചിരുന്നു. ഞാൻ പറഞ്ഞ നൈബറാണെന്ന് പറഞ്ഞല്ലോ. നബിയുടെ വീട്ടിലേക്ക് ഒട്ടകത്തിൻ്റെ കുടലെടുത്തിട്ട് എന്താക്കിക്കണ്, മറിച്ചിട്ടിക്കണ്. മാത്രമല്ല, നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിൻ്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, അബൂ ലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീലി മുള്ളും അതുപോലെ തന്നെ തടസ്സം, വഴി തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഏഷണി പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വേണ്ടാത്ത എല്ലാ കുറ്റങ്ങളും പറഞ്ഞ് നടക്കുകയായിരുന്നു ആര്? ഈ അബൂ ലഹബിൻ്റെ ഭാര്യ. അബൂ ലഹബിൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അബൂ സുഫിയാനിൻ്റെ പെങ്ങളാണ്. അബൂ സുഫിയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചു കൊണ്ട് നടക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ദീനിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണല്ലോ നീ ഞങ്ങളെ വിളിച്ച് കൂട്ടിയത്, ഇതിനാണോ നീ നശിക്കട്ടെ എന്ന് അബൂ ലഹബ് പറഞ്ഞത്. അപ്പോൾ പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്തൊരു സംഭവം ഞാൻ പറഞ്ഞില്ലേ, ആ പെൺമക്കളെ മൊഴി ചെല്ലാൻ വേണ്ടിയിട്ട് അബൂ ലഹബ് നിർബന്ധിച്ചു. അബൂ ലഹബിൻ്റെ 2 ആൺമക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുഖിയയെയും ഉമ്മു കുൽസുമിനെയും വിവാഹം കഴിച്ചത്. ഈ വിവരം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടി പ്രബോധനം നടത്തി തുടങ്ങിയപ്പോൾ അബൂ ലഹബ് മക്കളോട് പറഞ്ഞു, ആ 2 പെൺകുട്ടികളെയും നിങ്ങൾ എന്താക്കണം, വിവാഹമോചനം നടത്തണമെന്ന്. അങ്ങനെ വിവാഹമോചനം നടന്നു. റസൂല് ദീനിൻ്റെ കാര്യങ്ങൾ പറയാൻ അങ്ങാടിയിൽ പോകുമ്പോൾ പിന്നാലെ ആര് പോകും? അബൂ ലഹബ് പോയി കണ്ണ് കോങ്ങണ്ടാക്കി കാണിച്ച് പിന്നെ പരിഹസിച്ച് അങ്ങാടിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊന്നും ശരിയല്ല, പിന്നെ ഭ്രാന്തനാണ് എന്നൊക്കെ പറഞ്ഞ് എന്താക്കി പിന്നാലെ നടക്കും. റസൂലിൻ്റെ മകൻ മരിച്ചപ്പോൾ എന്ത് പറഞ്ഞെന്നറിയോ അബൂ ലഹബ്? അതാ മുഹമ്മദിനെ എന്താക്കി, ഇനി വേററ്റ് പോയി, ഇനി എന്തില്ല, തലമുറയില്ല എന്ന് പറഞ്ഞ് പാടി നടന്നിരുന്നു. അബൂ താലിബാണെങ്കിൽ പിതാവിൻ്റെ സഹോദരനാണ്. ഷിർക്കിൽ തന്നെയായിരുന്നു അബൂ താലിബ്. പക്ഷേ റസൂലിനെ എന്താക്കിയിരുന്നു? അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു, മരണം വരെ സംരക്ഷിച്ചിരുന്നു. കച്ചവട സംഘത്തെ ഉപദ്രവിക്കാൻ അബൂ ലഹബ് പോകാറുണ്ടായിരുന്നു. മാത്രമല്ല, പിന്നെ ഒരിക്കൽ കച്ചവട സംഘത്തിന് വേണ്ടിയിട്ട് മക്കൾ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തൈബിനെതിരായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഉത്തൈബ് കച്ചവടത്തിന് പോകുമ്പോൾ ഈ പ്രാർത്ഥന ഫലിക്കുമെന്ന ഭയം കൊണ്ട് ആ വന്യപ്രദേശത്തെത്തിയപ്പോൾ അവരോട് ഒരു സംരക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഉത്തൈബിന്. അങ്ങനെ അവർ ഒട്ടകത്തെ ചുറ്റോട് ചുറ്റും നിർത്തി ഉത്തൈബിനെ എന്താക്കി മധ്യത്തിൽ വെച്ച് സംരക്ഷിച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം കാട്ടിൽ നിന്നും ഒരു സിംഹം ഓടി വരികയും ഉത്തൈബിനെ കടിച്ച് കീറി കൊല്ലുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഫലിച്ചു. അപ്പം ഇവിടെ 2ാമത്തെ ആയത്തിലേക്ക് പോവാം നമുക്ക്. മാ അഅ്നാ അൻഹു മാലുഹു വമാ കസബ്, അവന് അവൻ്റെ ധനവും അവൻ സമ്പാദിച്ചു വെച്ചതും ഉപകാരപ്പെട്ടില്ല. മാ ഇല്ല, അഅ്നാ എന്താണ്? മാ അഅ്നാ സമ്പാദിച്ചത്, അൻഹു മാലുഹു അവൻ്റെ സമ്പത്ത്. ഈ മാല് എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടിയതെന്ന് അറിയോ? മാല് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശമായി കിട്ടിയതാണ്. സ്വത്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വരാം, സ്വന്തം അധ്വാനം കൊണ്ടുണ്ടായതല്ല മാല്. പിന്നെ കസബ് എന്ന് പറഞ്ഞാൽ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയതാണ്. പണക്കാരനാണ്, പ്രസിദ്ധനാണ്, അഹങ്കാരിയാണ്, പിശുക്കനാണ് ആര്? അബൂ ലഹബ്. അപ്പം മാലുണ്ട്, അതുപോലെ തന്നെ കസബും ഉണ്ട്. ഈ കസബും ഈ മാലും ഒന്നും തന്നെ അബൂ ലഹബിന് ഒരു പ്രയോജനവും ചെയ്തില്ല, ഉപകാരപ്പെട്ടില്ല എന്നാണ് മാ അഅ്നാ അൻഹു മാലുഹു വമാ കസബ്.
മാല് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ സമ്പത്ത് തന്നെ എങ്ങനെ അനന്തരാവകാശമായി കിട്ടിയത്. കസബ് എന്ന് പറഞ്ഞാൽ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയത്. അതൊന്നും തന്നെ എന്തായില്ല, അബൂ ലഹബിന് ഒരു ഉപകാരവും ലഭിച്ചില്ല. അപ്പോൾ ധനവും സമ്പാദ്യവും ഉപകാരപ്പെട്ടില്ല എന്നർത്ഥം. മാല് ഏത് സ്വത്തിനും പറയാം, അനന്തരാവകാശം കിട്ടിയതായാലും മാലെന്നാണ്. കസബ് എന്ന് പറഞ്ഞാൽ സ്വന്തമായി സമ്പാദിച്ചതാണ്. മക്കൾ പോലും കസബിൽ വരും. മക്കൾ സമ്പാദ്യമാണ്, അത് കസബിൽ വരും. അബൂ ലഹബിൻ്റെ 2 മക്കളാണല്ലോ ഉത്തൈബയും ഉത്ബയും. അപ്പോൾ ബദറിന് ശേഷമാണ് ഇതുണ്ടായത്. ബദറിൽ അബൂ ലഹബ് പോയില്ല. പകരം എന്താക്കി, അബൂ ലഹബിനോട് കടം വാങ്ങിയ ഒരാളെ ബദറിലേക്ക് യുദ്ധത്തിന് വേണ്ടി അയക്കുകയാണ് ചെയ്തത്. അത്രയും പേടിക്കൊടലാണ് ആര്, അബൂ ലഹബ്. അഹങ്കാരിയാണ്, സമ്പത്തുണ്ട്, പേടിക്കൊടലാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിത അവസാനം വരെ വിമർശിച്ചു കൊണ്ട് തന്നിരുന്ന ഒരു വ്യക്തിയുമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് തന്നെ ഇതിൽ വിമർശനം നടത്തിയത്. മാത്രമല്ല മരണസമയത്ത് അദസത്ത് എന്ന് പറയുന്ന ഒരു രോഗം, വസൂരി പോലെയുള്ള അഥവാ കോളറ പോലെയുള്ള ഒരു രോഗം വന്ന് മരിക്കുകയാണ് ചെയ്തത്. ദുർഗന്ധം വമിച്ച് മക്കൾക്ക് അടുത്തേക്ക് പോകാനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട് അവർ കൂലിക്കാരെ വിളിച്ച് ശവശരീരം ഒരു വലിയ മരത്തിൻ്റെ കഷ്ണം വെച്ച് പുഷ് ചെയ്തിട്ടാണ് ആ ഖബറിലേക്ക് എന്താക്കിയത് ഇട്ടത്. അത്രയും വളരെ മോശമായൊരു മരണമായിരുന്നു അബൂ ലഹബിനുണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ പുലർച്ച. എന്തിൻ്റെ പുലർച്ച? അള്ളാഹുവിൻ്റെ ശാപത്തിൻ്റെ പുലർച്ച. നശിക്കട്ടെ, നശിച്ചിരിക്കുന്നു, നശിച്ചല്ലോ, നശിച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാണ്ട്. എന്താണ്? അടുത്ത ആയത്തിലേക്ക് പോവാ. ലഹബ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ മുഖത്തിൻ്റെ എന്താണ്, ആ തിളക്കാണ്. ആരുടെ? അബൂ ലഹബിൻ്റെ മുഖത്തിൻ്റെ. അതുകൊണ്ടാണ് ലഹബ് എന്നിട്ടത് അവിടെ. ഇവിടെ അതേ ലഹബ് എന്ന് പറഞ്ഞ നരകാണ് ഇവിടെ. സയസ്ഫുലാൻ ആർന്ന് ദാത്ത ലഹബ്, ജ്വാലയുള്ളതായ ഒരു അഗ്നിയിൽ അവൻ വഴിയെ കടന്നിരിക്കും. ആര്? അബൂ ലഹബ്. ലഹബ് എന്നുള്ള അതേ പദത്തിൽ തന്നെയാണ് ഇവിടെ ശാപവും ഉണ്ടായിട്ടുള്ളത്. അതായത് സയസ്ഫുലാൻ ആർന്ന് ദാത്ത ലഹബ് എന്ന് പറഞ്ഞാൽ ജ്വാലയുള്ളതായ ഒരു അഗ്നിയിൽ അവൻ വഴിയെ കടന്നെരിയും. അവൻ മാത്രമല്ല, വംറഅതുഹു, അവൻ്റെ പെണ്ണും. ഭാര്യ എന്ന് പറഞ്ഞില്ല, അവൻ്റെ പെണ്ണും. ആരാണ്? ഉമ്മു ജമീൽ. ഹമ്മാലത്തൽ ഹത്തബ്. പിന്നെ ഉമ്മു ജമീലിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ വിറക് ചുമട്ടുകാരിയാണ്. അവളും കിടന്നു വരും. വിറക് ചെട്ടുകാരി എന്ന് പറഞ്ഞാൽ ഈ പൈസ ഇല്ലായിട്ട് വിറക് കെട്ടിയിട്ട് കൊണ്ടുവരണമല്ല. അബൂ ലഹബ് വളരെ പണക്കാരനാണല്ലോ. ഏഷണി പറഞ്ഞുണ്ടാക്കണതിനാണ് അറബികളിൽ എന്ത് പറഞ്ഞത്? വിറക് വെട്ടുകാരി എന്ന് പറയാം. ഏഷണി ഉണ്ടാക്കുക, ഫിത്തിന ഉണ്ടാക്കുക, പിന്നെ മറ്റുള്ളവരെ പറ്റിയിട്ട് ഉണ്ടാക്കുക, റസൂലിനെ പറ്റിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടാത്ത കാര്യങ്ങളും ഫിത്തിനയും ഒക്കെ പറഞ്ഞ് നടക്കുക. അതാണ് ആരുടെ ഡ്യൂട്ടി? പിന്നെ ഇവള് ഒംറഅതു, ആ പെണ്ണിൻ്റെ ഡ്യൂട്ടി. ഫീ ജീദിഹ, അവളുടെ കഴുത്തിലുണ്ട് എന്ത്? ഹബ്ല്, കയറ്. മിം മസദ്, എങ്ങനെയുള്ള കയറാണ്? ഈത്തപ്പന നാരിനാൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കയറും കഴുത്തിലുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ കച്ചവടക്കാരനാണ്, പിശുക്കനാണ്, അതുപോലെ തന്നെ പണക്കാരനൊക്കെ ആണ്, വാശിക്കാരനുമാണ്, അഹങ്കാരിയുമാണ്. ഇതെല്ലാം തന്നെ അബൂ ലഹബിൻ്റെ ഗുണത്തിലുള്ളതാണ്. അബൂ ലഹബിൻ്റെ ഉപ്പ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ചിരുന്നു. ഭാര്യയുടെ പേര് അർവ അഥവാ ഉമ്മു ജമീൽ എന്നാണ്. ആരുടെ? അബൂ ലഹബിൻ്റെ. ഉമ്മു ജമീലിൻ്റെ ആങ്ങളയാണ് അബൂ സുഫിയാൻ. അപ്പോൾ ഉത്തുബ് മകനാണ്. ഉത്തുബ് ഇവർ രണ്ടുപേരെയും മൊഴിയില്ലല്ലോ. പിന്നെ മൊഴി ചൊല്ലിയിട്ട് അവരെ വിവാഹം കഴിക്കുന്ന ആരാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 മക്കളാണ്, ഉമ്മു കുൽസും റുക്കിയും. അപ്പം എന്താണ്? ഉത്തൈബ മരിച്ചുപോയി. പിന്നീട് ഈ 2 മക്കളെയും പെൺമക്കളെയും വിവാഹം കഴിച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഒറ്റയടിക്കല്ല കഴിച്ചത്. ആദ്യം റുക്കിയയെ വിവാഹം കഴിച്ചു. റുക്കിയയെ മരണശേഷം ഉമ്മു കുൽസുവിനെയും വിവാഹം കഴിച്ചു. അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത്. മാത്രമല്ല ഉത്തൈബ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് തുപ്പി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ തട്ടിയിട്ടില്ല, തുപ്പുകയുണ്ടായി. അപ്പോൾ നബിയുടെ മേൽ
നബിയെ ചീത്ത വിളിച്ചു. അപ്പം എന്താക്കിയെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു ഉത്തൈബിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ പ്രാർത്ഥിച്ചത് മൊഴി ചൊല്ലിയത് കൊണ്ടല്ല, പിന്നെ ഈ ദീനുൽ ഇസ്ലാമിനെ കളവാക്കി പറഞ്ഞത് കൊണ്ടാണ്. ആ പ്രാർത്ഥന ഫലിച്ചല്ലോ. ഞാൻ പറഞ്ഞല്ലോ, സിംഹം എന്താക്കി കടിച്ച് മുറിച്ച് തിന്നുകയാണ് ചെയ്തത്. അപ്പോൾ അവൻ്റെ ധനവും അതുപോലെ തന്നെ സ്വത്തും ഒന്നും തന്നെ അവൻ എന്താക്കിയില്ല, പ്രയോജനം ചെയ്തില്ല എന്നർത്ഥം. സാസുല എന്ന് പറഞ്ഞാൽ എന്താണ്? കിടന്ന് എരിഞ്ഞു. നാരെന്ന് പറഞ്ഞാൽ തീ. ദാത്ത ലഹബ് എന്ന് പറഞ്ഞാൽ ജ്വാലയുള്ള തീയിൽ അവൻ കടന്നെരിയും. അവൻ്റെ പെണ്ണും ഭാര്യയും. അവൾ വിറക് ചുമട്ടുന്നവനാണ്. ജീദ് എന്ന് പറഞ്ഞാൽ ഉനുക്ക് അഥവാ കഴുത്ത് എന്നും പേരുണ്ട്. ഹബിൽ എന്ന് പറഞ്ഞാൽ കയറ് എന്നാണ് അർത്ഥം. മസദ് ഞാൻ പറഞ്ഞു ഈത്തപ്പഴ നാരാണ്. നല്ല പണക്കാരൻ്റെ ഭാര്യയാണല്ലോ. അബൂ സുഫിയാൻ്റെ പെങ്ങളാണല്ലോ ആര്? അബൂ ലഹബിൻ്റെ ഭാര്യ. നബിയുടെ ശത്രുത കാരണം അവൾ മുള്ളു കെട്ടുകൊണ്ട് ഇടുമായിരുന്നു. മാല ഉണ്ട് കഴുത്തിൽ. മാല ഉപയോഗിച്ച് വിറ്റിട്ട് നബീനെ ദ്രോഹിക്കും. ഏഷണിയായിട്ട് ഏറ്റ് നടക്കുകയും ചെയ്യും. പരലോക ശിക്ഷയുടെ കയറാണ് അവളുടെ കഴുത്തിലുള്ള തീ കയറ്. ഈ സൂറത്ത് ഇറങ്ങിയ ശേഷവും അബൂ ലഹബ് ജീവിച്ചിരുന്നു. പക്ഷേ ഇസ്ലാം ആശംസിക്കാനുള്ള ഒരു തോന്നൽ പോലും ഉണ്ടായിട്ടില്ല, അബൂ ലഹബിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തമാശയായെങ്കിലും അബൂ ലഹബ് ദീൻ വിശ്വസിച്ചാൽ ഖുർആനെ പരിഹസിക്കാൻ അത് കാരണമാകുമായിരുന്നു. അതുണ്ടായില്ല. അള്ളാഹു അതിനുള്ള തോഫീക്ക് കൊടുത്തില്ല എന്നർത്ഥം. കാരണം അബൂ ലഹബ് മരിക്കുന്നത് ഈ കടുത്തമായ രോഗം കൊണ്ട് ശവം കുത്തി ഖബറിലേക്ക് ഇടുന്ന ഒരു അവസ്ഥയിലാണ് മരിച്ചത്, അല്ലേ? അപ്പോൾ അങ്ങനെ നശിക്കുമെന്ന് പറഞ്ഞ ആള് ഒന്ന് ഇസ്ലാം സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ എന്തായി? ആ പ്രവചനം തെറ്റിയില്ലേ എന്ന് പറഞ്ഞിട്ട് മുശ്രിക്കുകൾ എന്താവും? പിന്നാലെ വരും. പക്ഷെ അതുണ്ടായില്ല എന്നർത്ഥം. അതുണ്ടാവുകയുമില്ല. കാരണം അള്ളാഹിൻ്റെ കൽപ്പന അങ്ങനെയാണ്. അപ്പം ഇനി നമുക്ക് ഇതിലുള്ള തജ്വീദ് നിയമങ്ങളിലേക്ക് വരാം. എന്താണ് തജ്വീദ് നിയമങ്ങൾ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. യദാ എന്ന് പറഞ്ഞതിന് ശേഷം ഹംസ വന്നു. ഒരേ രണ്ട് പദത്തിലായിക്കൊണ്ട് യദയും പിന്നെ ഹംസയും വന്നു. യദാൻ്റെ മദ്ദും ഹംസയും. അപ്പം യദാ അബി എന്നുള്ള അവിടെ എന്താക്കണം? 4 മുതൽ 5 ഹർക്കത്ത് വരെ നീട്ടണം. വതബ്ബ്, ബ് കൽക്കലയാണ്. കൽക്കല കുബ്രയാണ്. കാരണം ഷദ്ദുണ്ട്. കൽക്കല 3 വിധത്തിലുണ്ട്. കൽക്കല കുബ്ര, കൽക്കല സീറ, കൽക്കല ഉസ്ത. ഇവിടെ വതബ്ബ് എന്ന് പറഞ്ഞത് കൽക്കല കുബ്രയാണ്. മാ അവിടെ നീട്ടി അടുത്ത പദത്തിലാണ് ഹംസ വന്നത്. അപ്പം മാ ആഴുന എന്ന് പറഞ്ഞത് എവിടെ എന്താണ്? മദ് മുൻഫസിലാണ്. 4 മുതൽ 5 ഹർക്കത്ത് വരെ നീട്ടണം. അൻഹു എന്നുള്ളിടത്ത് നീട്ടാൻ പാടില്ല. കാരണം ലമീറായ ഹാക്ക് ശേഷമോ മുമ്പോ സുക്കൂന് വന്നാൽ ആ ലമീറായ ഹാനെ നീട്ടാൻ പാടില്ല. അപ്പോൾ ഇവിടെ മുമ്പാണ് വന്നത്. ലമീറായ ഹാൻ്റെ മുമ്പ് സുക്കൂന് വന്നിക്കണ്. അതുകൊണ്ട് അൻഹു എന്നേ പറയാൻ പാടുള്ളൂ. അൻഹു മാലുഹു അവിടെ നീട്ടണം. ലമീറായ ഹാ നീട്ടണം. കാരണം എന്താ? അതിൻ്റെ അപ്പുറത്ത് ഹർക്കത്തുള്ള ലമ്മുണ്ട്, ഇപ്പുറത്ത് ഹർക്കത്തുള്ള ഫതഹും ഉണ്ട്.